ആഹാ, ശിവദാസ്, താൻ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ നിങ്ങൾക്ക് ഈ മുറിയിൽ തടവിലിടാൻ പറ്റില്ലെന്ന്. നേതാക്കന്മാർക്ക് വഴങ്ങാത്തവരെ പാർട്ടി പത്രത്തിന്റെ ഓഫീസിലെത്തലാണ് പതിവ്. അതിനു പകരം എന്നെ ഈ ചേംബറിൽ തളച്ചിടാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ശിവദാസ്, അങ്ങനെയൊന്നും ധരിക്കണ്ട. നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ഫ്രാക്ഷനും ചേരിപ്പോരിനും ഇടയിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ്. പുറമേ തമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ ഇന്ന് കിടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുകയാണോ. അതിനൊരല്പം സമാധാനത്തിനും സഹായത്തിനും വേണ്ടി നീ എൻ്റെ കൂടെ വേണം. കൂടാതെ മുഖ്യമന്ത്രിയാവുമ്പോൾ പലരും ആവശ്യങ്ങൾക്ക് വേണ്ടി മുമ്പിൽ വന്ന് കൈനീട്ടും. ഇല്ലെന്ന് അർത്ഥം മുറിച്ച് പറയാൻ എന്നെ കൊണ്ടാവില്ല. അതിലൂടെയാണ് ഞാൻ നിന്നെ എൻ്റെ കൂടെ നിർത്തുന്നത്. ഞാൻ നീണ്ടതുറയിൽ പോയിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മേയർ ഓഫീസിൽ വന്ന് കയറി. എന്തിനാണ് ശ്രീ ആൻഡോയെ പിടിച്ച് മേയറാക്കിയത്? അവൻ എന്തിനാണ് ബ്ലാക്ക് ആറ്റ് പ്രൊട്ടക്ഷൻ? നാട് ഭരിക്കുന്നവർക്കും ഇതിനു മുമ്പ് ഭരിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അടക്കം സംരക്ഷണം നൽകാൻ കോടിക്കണക്കിന് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് തൂർത്തടിക്കുന്നത്. ഈ ചരിത്രം നമ്മളെന്തിനാ ചെയ്യുന്നത്? ഇവരെയൊക്കെ ആര് കൊല്ലാൻ നാട്ടുകാർക്ക് വരെ പണിയില്ലേ? അതൊക്കെ ഈ സിസ്റ്റത്തിന്റെ ദോഷമാണോ? ഇനിയിപ്പോ തൊഴിലാളി പ്രവർത്തകൻ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ ഇവനേക്കാൾ എത്രയോ ഭേദമായിരുന്ന വിശ്വൻ ജനസമ്മതി കൊണ്ടും പ്രവർത്തനം കൊണ്ടും. ശിവദാസേ, കോർപ്പറേഷനിൽ ഒരു ലത്തീൻ കത്തോലിക്കനെ നിർത്തിയാലേ പള്ളിക്കാർ സപ്പോർട്ട് ചെയ്യൂ എന്ന് വന്നതുകൊണ്ടാണ് അവനെ നിർത്തിയത്. പിന്നെ പാവപ്പെട്ട കുടിലിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയ്ക്കും. എന്താണ് സാർ ഇതിന്റെ അർത്ഥം? തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണത്തിലേക്കായാലും പ്രസിഡന്റ് പദവിയിലേക്കായാലും കീഴ്ജാതിക്കാരാണെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് മതേതരത്വം വിളംബരം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യോജിച്ചാണോ സർ? ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്കുത്തരം പറയാനാവില്ല. അതിരിക്കട്ടെ, അനന്തൻ നിന്നോട് വല്ല കാര്യവും പറഞ്ഞു? എന്ത് കാര്യം? വെട്ടിനിരത്തൽ. വെട്ടി നിരത്തേക്കല്ല, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? കണ്ണീച്ചോരല്ലാതെ പണി കാണിക്കരുത്. ഈ വയൽ നെൽകൃഷിക്കുള്ളതാ. ഇത് നികത്തി വാഴയും തെങ്ങും കവുങ്ങും റബ്ബറും ഒന്നും നട്ടുപിടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനിപ്പൊ കൂട്ടുനിന്നാല് അവസാനം ഇവിടെ ഫ്ലാറ്റ് പണിയുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വരും. ഈ അക്രമം അവസാനിപ്പിക്കണം. വെട്ടിനിരത്തൽ എന്ന പേരിൽ ഇന്ന് ഇവിടെ നടക്കുന്നത് ജനദ്രോഹമാണ്. ഉള്ള കിടപ്പാടം പോലും വിറ്റ് മത്സ്യ വളർത്തലിന് പണം മുടക്കിയ പാവങ്ങളെയും സ്വന്തം നിലയ്ക്കുള്ള തുണ്ടുഭൂമിയിൽ കപ്പയും വാഴയും നട്ടുനനച്ചുണ്ടാക്കിയ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന ഈ ക്രൂരത ജനം സഹിക്കില്ല. സഖാവ് രാധാകൃഷ്ണൻ ലീലയും പറഞ്ഞതുപോലെ പാർട്ടിക്കും ഗവൺമെന്റിനും ഒരുപോലെ ദുഷ്പേരുണ്ടാക്കിയ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയവർ ആരായിരുന്നാലും അവർക്കെതിരെ നടപടിയെടുക്കണം, അവരെ ശിക്ഷിക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സഖാവ് ലൂക്കോസിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. സാധാരണ പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിന്റെ യുവജന വിഭാഗത്തെ നിഷ്ക്രിയരാക്കാറാണ് പതിവ്. അതിൽ നിന്നും വ്യത്യസ്തമായി വെട്ടിനിരത്തൽ എന്ന ഈ കർമ്മപരിപാടി ആവിഷ്കരിച്ചത് എന്തുകൊണ്ടും നല്ലതാണ്. നെൽകൃഷി ചെയ്യുവാൻ ശേഷിച്ച വയലുകളിൽ മറ്റു കൃഷികൾ ചെയ്യുന്നത് തടഞ്ഞില്ലെങ്കിൽ സ്റ്റേറ്റിലെ ഭക്ഷണക്ഷാമം ഇന്നുള്ളതിനേക്കാൾ രൂക്ഷമാകാനിടയുണ്ട്. മാത്രമല്ല, കുട്ടനാട്ടിലെ പാടങ്ങൾ നികത്തി പാർട്ടിക്കാർ ബഹുനില കെട്ടിടങ്ങളും ബംഗ്ലാവുകളും പണിതെന്നും തുണ്ടം തുണ്ടമായി മുറിച്ചു വെറ്റുമെന്നുള്ള ആക്ഷേപത്തിന് ഇതൊരു മറുപടിയാണെന്ന് ഞാൻ കരുതുന്നു. ചുരുക്കം ചില പാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് വരാം. എന്നിരുന്നാലും അത് മേലിൽ ഇത്തരം പാടങ്ങൾ നികത്തി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും വിലക്കെടുക്കാനും വരുന്നവർക്ക് വലിയൊരു താക്കീത് കൂടിയായിരിക്കും. എല്ലാം കൊണ്ടും വിപ്ലവാത്മകമായി ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത സഖാവ് അനന്തനെ ഞാൻ അഭിനന്ദിക്കുന്നു. ശിവദാസനിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. വെട്ടിനിരത്തലിനെ അനന്തനെ നീ അഭിനന്ദിച്ചു, അയാളുടെ ഭാഗം ചേർന്ന് പറഞ്ഞു. ഞാൻ ആരുടെയും ഭാഗം ചേർന്നിട്ടില്ല. പാർട്ടി നയങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷം ചേർന്നില്ലെങ്കിൽ ഏത് കാര്യത്തിനും ആരുടെ മുഖത്ത് നോക്കിയും ന്യായം ചോദിക്കുന്ന നീ പാലക്കാട് ഞാൻ പരാജയപ്പെട്ട കാരണം എന്തുകൊണ്ട് അന്വേഷിച്ചില്ല, ചോദിച്ചില്ല? ചോദിക്കാതെ തന്നെ അതിന്റെ ഉത്തരവ് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. താത്വികാചാര്യനും ഗ്രന്ഥകർത്താവും വിപ്ലവകാരിയുമായ ലെനിനെ ഞാൻ ആദരിക്കുന്നു. എന്നാൽ 33 വർഷം ഭരണകർത്താവായ റഷ്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക ചേരിയാക്കി മാറ്റിയ സ്റ്റാലിനെ തള്ളിപ്പറയാൻ എനിക്കാവില്ല. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നിവിടെ പറയണ്ട. കേരളത്തിലെ കാര്യം തന്നെ പറയാൻ സഖാവേ. 48-ൽ ആലപ്പുഴ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ച സഖാവ് കൃഷ്ണപിള്ളയെ ഓർക്കുന്നുണ്ടോ? കണ്ണൂരിലെ ആറോൺ മില്ലിലും കോഴിക്കോട്ടെ മലബാർ സ്പിന്നിങ്ങിലും ആലപ്പുഴയിലെ കയറ്റു തൊഴിലാളികൾക്കും ഇടയിൽ പട്ടിണി കിടന്നും നരകയാതന അനുഭവിച്ചും തൊഴിലാളി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തിയ സഖാക്കളിൽ സഖാവ് കൃഷ്ണപിള്ള. അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കുന്ന സ്ഥാനം എന്താ? കോടികൾ ചിലവിട്ട് മറ്റുള്ളവർക്ക് ഇവിടെ സ്മാരകങ്ങൾ പണിയുമ്പോ സഖാവ് കൃഷ്ണപിള്ളയെ ഓർക്കാത്തത് എന്താ? പാർട്ടിയിൽ വളർന്നു വരുന്ന വിഭാഗീയ ചിന്താഗതി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കീഴ്ജാതിക്കാരിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് ജയിച്ചപ്പോ കാലം മാറിയില്ലേ? പാർട്ടിയിൽ വളർന്നു വരുന്ന ജാതീയ ചിന്ത. വിപ്ലവത്തിന്റെ രണഭൂമി എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ സഖാവ് അനന്തൻ തോറ്റതിലോ തോൽപ്പിച്ചതിലോ ഇതേ ജാതീയ ചിന്ത തന്നെയാണുള്ളത്. ഇതിന്റെയൊക്കെ തിരിച്ചടിയാണ്
സഖാവ് പാലക്കാട് പരാജയപ്പെടാനുള്ള കാരണം നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങേ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. ക്ലാസ് വാറിന് പകരം കാസ്റ്റ് വാറിലേക്ക് തരം താഴുന്ന പാർട്ടിയുടെ നയങ്ങൾ മാറ്റണം. പ്രാദേശിക കക്ഷികളുടെയും വർഗീയ പാർട്ടികളുടെയും ചവിട്ടടിയിൽ അമർന്ന് വീർപ്പുമുട്ടുന്ന ജനതയ്ക്ക് മോചനം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിക്ക് കഴിയൂ. അതിനുവേണ്ടി എല്ലാം മറന്ന് യോജിക്കണം. വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തും പാർട്ടിയെ വളർത്തണം. നിങ്ങൾ നേതാക്കന്മാർ ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ മതിയാക്കി നമുക്ക് യോജിച്ചെന്ന് പ്രവർത്തിക്കണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പാലക്കാട്ടെ ഇലക്ഷനിൽ ലൂക്കോസ് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് പരിഭവമൊന്നും വേണ്ട. സ്ഥാനമല്ലല്ലോ, പ്രസ്ഥാനമല്ലേ വലുത്. അതെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ജനദ്രോഹപരമായ വെട്ടിനിരത്തൽ പരിപാടിക്കുള്ള മറുപടിയാണിത്. ഈ തെങ്ങിൻ തൈ ഒരു പ്രതീക മാത്രം. ഇതുപോലെ 10 ലക്ഷം തൈകൾ ഞങ്ങൾ നടും. തെങ്ങും റബ്ബറും കവുങ്ങും എല്ലാം ഞങ്ങൾ നടും. അതിൽ ആരെങ്കിലും ഒന്ന് വെട്ടിയാൽ അവന്റെ കൈ ഞങ്ങൾ വെട്ടിയെറിയും. കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ നട്ട തൈയാണ് ഇത്. ഈ തൊടുന്നവന്റെ കൈ വെട്ടിയറിയുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഞാനാണിത് പിഴുതെടുത്തത്. വെട്ടറാ കൈ, വെട്ടറാ. അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തല്ല ശിവേട്ട. പിന്നെ രാഷ്ട്രീയം ജനസേവനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നീയൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാ? അല്ലെങ്കിൽ തേച്ച കഥ ഷർട്ട് കൊണ്ടുവിട്ട് 5 സ്റ്റാർ ഹോട്ടലിലെ AC മുറികളിലും പാർട്ടി ഓഫീസിലും നിന്ന് പരസ്പരം കുതികാലോട്ടും പാരവെപ്പായിരുന്നില്ലേ നിന്റെ രാഷ്ട്രീയം? അധികാരം പോയാൽ പിന്നെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന നിനക്കൊക്കെ പ്രതികരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നപ്പോ ഭീഷണിപ്പെടുത്തുന്നു. ശിവേട്ട ക്ഷമിക്കണം. അങ്ങനെയെങ്കിലും പറയാതെ ഞങ്ങളിവിടെ ഒന്ന് പിഴച്ചു വിട്ടെ ശിവേട്ട. അണ്ണനെല്ലാം വെട്ടി നിർത്തിക്കോ. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഞങ്ങളോട് ക്ഷമിക്കേട്ടാ. ആ, നീ എന്താ വഴിക്ക്? അച്ഛന് മരുന്ന് വാങ്ങിക്കാനായിട്ട് മിനിഞ്ഞാന്ന് കാലത്ത് ചോര ഛർദ്ദിച്ചു. എന്നിട്ട് 2 ദിവസം ആശുപത്രിയിലായിരുന്നു. പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളം പറഞ്ഞു ഡോക്ടർ. അച്ഛനിപ്പോ വീട്ടിലുണ്ട്. അച്ഛാ വേണ്ട, ഉറങ്ങാനെ വിളിക്കണ്ട. ഇല്ലേട്ടാ, ഞാനിപ്പോ കഞ്ഞി കൊണ്ട് കൊടുത്തോളൂ. അച്ഛാ, അച്ഛത്തെ നോക്ക്, ഏട്ടൻ വന്നിരിക്കുന്നു. അവൻ എന്നെ കാണണ്ട. എന്റെ ശവം പോലും അവൻ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പോവാൻ പറ, ഇറങ്ങി പോവാൻ. ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് സ്ട്രോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് വെച്ചോളൂ. വേണ്ട ഏട്ടാ, അച്ഛൻ ഇഷ്ടാവില്ലെന്നറിഞ്ഞോണ്ട് ഏട്ടനോട് ഒന്നും വാങ്ങരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ? ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ജയേട്ടൻ നോക്കുന്നുണ്ട്. നീ ആരെ വിവാഹം കഴിക്കുന്നതിലും എനിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ജയചന്ദ്രനെ തന്നെ ഒരു ജോലി കിട്ടിയ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞവളല്ലേ നീ? പിന്നെ ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി 9 മാസത്തെ ടെമ്പററി പോസ്റ്റിങ്ങിന് പലതവണ ഇന്റർവ്യൂവിന് പോയതാണ്. എന്നിട്ടും തന്നില്ല. പണവും ശുപാർശയുള്ളവർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് ഏട്ടൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലേ? ഇപ്പോ നിങ്ങളുടെ സർക്കാർ വന്നപ്പോ ഞാൻ വീണ്ടും പോയി. അപ്പോ എന്നോട് DD ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? ഒരു രാത്രി ഞാൻ അയാൾക്ക് വേണ്ടി കിടക്ക വിരിക്കണമെന്ന്. എന്താ, ജോലി കിട്ടാൻ ഞാൻ അത് ചെയ്യണമായിരുന്നു ഏട്ടാ. സഖാവ് ശിവദാസ്, ഇരിക്കൂ സാർ. വേണ്ട, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ സ്പെഷ്യൽ ഇന്റർവ്യൂവിന് തന്റെ ഹോട്ടൽ മുറിയിലേക്കാണോ അവിടെ വിളിക്കുന്നത്? ഇയാൾ എന്താ ഈ പറയുന്നത്? പറയല്ല, പ്രവർത്തിക്കും ഞാൻ. മാസാമാസം കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എന്ന പ്രകാശനം നടത്തി ഇവൻ കാണിക്കുന്ന കോമാളിത്തരമുണ്ടല്ലോ. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത ഇവന്റെ ഷണ്ടത്വം. അതിന് കൂട്ടു നിൽക്കാൻ നിങ്ങളെ പോലെ കുറെ അവന്മാരും. ഇനി ഇവിടെ വരുന്ന പെമ്പിള്ളേർ ആരെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് വന്നാൽ കുത്തി കീറിക്കളെ ഞാൻ. ശിവദാസ പറയുന്നേ. നമസ്കാരം. വരണം സർ. എങ്ങോട്ട്? ഒന്ന് സ്റ്റേഷൻ വരെ പ്ലീസ്. സാറ് മുന്നോട്ടിരുന്നോട്ടെ, ഞാൻ പുറകിലിരുന്നോളാം. വേണ്ട, ഞാൻ ബാക്കിലിരുന്നോളാം. ഓ, വരണം സർ. ഇരിക്കണം സർ. എന്തിന്? മുമ്പൊരിക്കൽ ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോ എന്നെ ഇരിക്കാൻ പോലും സമ്മതിക്കാതെ കസേര തട്ടി തെറിപ്പിച്ചവനാ താൻ. എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? അല്ല, അവിടെ ആളുകളുടെ ഇടയിൽ നിന്ന് ഫേസ് സേവ് ചെയ്യാൻ. താൻ എന്നെ ഇപ്പൊ അങ്ങനെ സേവ് ചെയ്യണ്ട. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലാണ് ഞാൻ അയാളെ തല്ലിയത്. അതെന്തിനാണെന്ന് നാട്ടുകാർ അറിയണമെന്നുണ്ടെങ്കിൽ താൻ എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണം.
സാർ അങ്ങനെ പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഊച്ചാളി നേതാവിനെ കണ്ടാൽ പോലും വാലും മടക്കി നിന്ന് കാല് നക്കാൻ തുടങ്ങുന്ന തന്നെ പോലുള്ള പോലീസുകാരാണോ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടറോ? എടുക്ക. ഹലോ, ഇവിടെ ഉണ്ട് സാർ, കൊടുക്കാം സാർ. സാറിനാണ് CM. ആ, ഞാൻ വരാം. ഏതായാലും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരുത്തനെ ഇങ്ങനെ തല്ലിച്ചതിക്കാൻ നിനക്കെന്താ വട്ടുണ്ടോ? ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് ആർക്കറിയാം? പ്രതിപക്ഷവും പത്രങ്ങളും അവന്റെ യൂണിയൻകാരും അവരിനി ഇരിക്കെ പൊറുതി തരുമോ? മിനിസ്ട്രിക്ക് മൊത്തം ചീത്തപ്പേരായില്ലേ? ഒന്നുമില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഘടകകക്ഷിയിൽപ്പെട്ട ആളാണെന്നെങ്കിലും നീ ഓർക്കണ്ടേ? ഇനി ഞാൻ അയാളുടെ മുഖത്ത് അങ്ങനെ നോക്കും? വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന വൃത്തികേടുകളെല്ലാം മന്ത്രി അറിയണം, ജനങ്ങളും അറിയണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നീ ഇങ്ങനെ ഒരു തെരുവ് കുണ്ടയെ പോലെ പെരുമാറാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇന്റർവ്യൂവിന് ഓഫീസിൽ ചെന്ന് എന്റെ പെങ്ങളോട് ഒരു രാത്രി കൂടെ കിടക്കാമെന്ന് ചോദിച്ചാൽ തെമ്മാടിയെ തല്ലുകയല്ല കുത്തി കീറുക വേണ്ടത്. സഖാവിന്റെ മകളോടോ പെങ്ങളോടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ സഖാവ് അവരെ പൂട്ട് പൂജിക്കുമായിരുന്നു. അന്നേരം പാർട്ടിയും ഗവൺമെന്റും ഘടകകക്ഷിയൊന്നും ആരും നോക്കില്ല സഖാവേ. ശിവദാസിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. എന്നാലും കാര്യങ്ങൾ നീ അറിയണം. പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരും ചുരുക്കം ചില ഉദ്യോഗസ്ഥന്മാരും മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയുള്ള ബ്യൂറോക്രാറ്റ്സ് IASഉം IPSഉം തൊട്ട് തൂപ്പുകാരൻ വരെ പഴയതായിരിക്കും. വർഷങ്ങളായി അവർ വളർത്തിയെടുത്ത അഴിമതി പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്താനാവില്ല. തല്ലിയത് കൊണ്ടോ കൊന്നത് കൊണ്ടോ അത് അവസാനിക്കാൻ പോകുന്നുമില്ല. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, ബോധവൽക്കരിക്കണം. അതാണ് വേണ്ടത്. പ്രത്യേകിച്ച് പാർട്ടിയിൽ ഇപ്പോൾ ഒരു ഘടകവാദം നിലനിൽക്കുമ്പോൾ അണികൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ താത്വികാടിസ്ഥാനത്തിൽ തന്നെ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് അനന്തനും ഞാനും ചേർന്ന് നിന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ക്യാമ്പയിൻ. ജനാധിപത്യം ഭരണഘടനാ രൂപമാണെന്ന ലെനിന്റെ നിർവചനത്തോട് നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. മാർക്സിസ്റ്റ് തത്വങ്ങൾക്ക് വിപരീതമായി ലെനിൻ രൂപം കൊടുത്ത രാഷ്ട്രീയ ഘടനകൾ സോഷ്യൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ സംഘടനകളായി അധപ്പതിച്ചപ്പോഴാണ് സോവിയറ്റ് റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നത്. ചൈനയിലാണെങ്കിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മാവോ തന്നെ അധികാരമേറ്റെടുത്തപ്പോൾ മാർക്സ് വിഭാവനം ചെയ്തതുപോലെ തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണകൂടത്തെ ഒരു വർഗരഹിത സമൂഹത്തിലേക്ക് നയിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. പ്രസ്ഥാനം വിഗ്രഹവൽക്കരിച്ച ഈ ആചാര്യന്മാരെ അടിമ മനോഭാവത്തോടെ നോക്കിക്കണ്ട നമ്മുടെ മുൻ നേതാക്കന്മാരുടെ തെറ്റുകൾ നാം ആവർത്തിക്കരുത്. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മിനിറ്റ്, ഒരു വയർലെസ് മെസ്സേജ് ഉണ്ട്. മുഖ്യമന്ത്രി അയച്ചതാ. പോലീസ് ജീപ്പ് പുറത്തുണ്ട്. എന്താ കാര്യം? അച്ഛൻ മരിച്ചെന്ന്. നമ്മുടെ അച്ഛൻ അതങ്ങോട്ട് കൊടുക്ക. മകനാണ് ശരിക്കും തീ കൊടുക്കേണ്ടത്. വേണ്ട, അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊളുത്താം. അച്ഛന്റെ ആഗ്രഹം അതായിരുന്നു.
എന്താ ഉണ്ടായത്? ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും ചുമട്ടുകൂലിന്നും പറഞ്ഞ് എവന്റെ ആൾക്കാർ നാട്ടുകാരുടെ നിന്ന് പണം പിടിച്ചു പറിക്കുക. ഫുഡ് കോർപ്പറേഷനിലെ ജോലിക്ക് എവന്റെ ആൾക്കാരെ മാത്രം അയക്കുന്നുള്ളൂ. അത് ചോദിക്കാൻ ഞാനിവിടെ വന്നപ്പോ ഇവൻ എന്നെ തല്ലി. നീ അല്ലടാ എന്നെ ആദ്യം തല്ലിയത്. കള്ളം പറയുന്നോടാ. നിർത്തടാ. സേവിയറെ ചോദ്യം ചെയ്യാൻ നിനക്കാരെ അധികാരം തന്നത്? നീ ഇങ്ങോട്ട് വന്നതിന്റെ തെറ്റ്. പറടാ മാപ്പ്. ട്രേഡ് യൂണിയനുകൾക്ക് സമൂഹത്തോടും രാഷ്ട്രത്തോടും സഹജീവികളോടുമുള്ള പ്രതിബദ്ധത മറക്കരുത്. പാർട്ടിയിൽ നിന്ന് വേറിട്ട് ട്രേഡ് യൂണിയൻ ഒരു സ്വതന്ത്ര സംഘടനയാക്കാനുള്ള ശ്രമം തെറ്റാണ്. പാർട്ടി അണികൾ ജീവനും രക്തവും കൊടുത്ത് വളർത്തി വലുതാക്കിയതാണ് ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ ചേരി തിരിഞ്ഞൊന്ന് വാഴ്ത്താനും അധിക്ഷേപിക്കാനും തുടങ്ങുന്നത് തെറ്റാണ്. നമുക്ക് നമ്മുടെ പ്രസ്ഥാനമാണ് വലുത്. പറടാ മാപ്പ്. പറടാ. ഞാൻ ചെയ്തത് തെറ്റാണ്.